നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരുപാട് കാലം നഷ്ടപ്പെട്ടു പോയ പക്ഷെ ഒരുപാട് സ്വാധീനം ചെലുത്തിയ ഒരു പുരാതന ഗ്രന്ഥത്തെക്കുറിച്ചാണ്. അതാണ് ഹാനോക്കിന്റെ പുസ്തകം. അപ്പോ ഈ പുസ്തകത്തിലെ എന്തൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നതെന്നല്ലേ? ആദ്യം തന്നെ വീണുപോയ മാലാഖമാരുടെ ഞെട്ടിക്കുന്നൊരു കഥയുണ്ട്. പിന്നെ സ്വർഗത്തിലും നരകത്തിലുമൊക്കെ യാത്ര ചെയ്യുന്ന ഒരു എഴുത്തുകാരന്റെ കൂടെ നമ്മളും പോകും. അതുപോലെ അന്ത്യകാലത്തെക്കുറിച്ചുള്ള ചില പ്രവചനങ്ങളും നമ്മൾ കാണും. എല്ലാത്തിനുമൊടുവിൽ ആയിരക്കണക്കിനു വർഷം ആർക്കും ഒരു തുമ്പുമില്ലാതിരുന്ന ഈ പുസ്തകം എങ്ങനെ വീണ്ടും കണ്ടെത്തി എന്നുള്ള അത്ഭുതകരമായ കഥയും നമ്മൾ മനസ്സിലാക്കും. സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു സൃഷ്ടിപ്പിന്റെ കഥയൊന്നും അല്ല ഇതിന്റെ തുടക്കം. അല്ല, ഇത് തുടങ്ങുന്നത് തന്നെ സ്വർഗത്തിൽ നടന്ന ഒരു വലിയ ലഹളയുടെ കഥ പറഞ്ഞുകൊണ്ടാണ്. നോക്കൂ, ഇതിന്റെ എല്ലാം തുടക്കം ഒരൊറ്റ തീരുമാനത്തിൽ നിന്നായിരുന്നു. കാവൽക്കാർ എന്നു പേരുള്ള ഒരു കൂട്ടം മാലാഖമാർ ഒരുമിച്ചെടുത്ത ഒരു തീരുമാനം. പക്ഷേ ആ ഒരൊറ്റ തീരുമാനം ഭൂമിയുടെ ചരിത്രം തന്നെ മാറ്റിമറിച്ച ഒരു വലിയ ദുരന്തത്തിലേക്കാണ് നയിച്ചത്. അതേ, ഏകദേശം 200 മാലാഖമാർ അവരെല്ലാവരും ചേർന്ന് ഒരു ശപഥമെടുത്തു. ദൈവത്തിന്റെ കൽപ്പനയെ ധിക്കരിച്ച് അവർ മനുഷ്യരുടെ ലോകത്തേക്ക്, അതായത് ഭൂമിയിലേക്ക് ഇറങ്ങിവന്നു. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവരുടെ തെറ്റ് മനുഷ്യ സ്ത്രീകളെ ഭാര്യമാരായി എടുത്തു എന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. അതിനേക്കാൾ വലിയൊരു ദ്രോഹം അവർ ചെയ്തു. യുദ്ധത്തിനുള്ള ആയുധങ്ങൾ ഉണ്ടാക്കാനും മന്ത്രവാദം ചെയ്യാനും ജ്യോതിഷം പോലെയുള്ള ആകാശ രഹസ്യങ്ങൾ മനസ്സിലാക്കാനുമൊക്കെയുള്ള അറിവുകൾ, അതായത് സ്വർഗത്തിലെ രഹസ്യങ്ങൾ, അവർ മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ ഇത് മനുഷ്യരാശിയെ മൊത്തത്തിൽ ദുഷിപ്പിച്ചു. ഇവരുടെ ബന്ധത്തിൽ നിന്നുണ്ടായ മക്കളോ, അവരായിരുന്നു നെഫിലിം എന്ന് വിളിക്കപ്പെടുന്ന ഭീമാകാരന്മാർ. ഭൂമിയിൽ അക്രമവും രക്തച്ചൊരിച്ചിലും എല്ലാത്തരം ദുഷ്ടതയും നിറച്ചത് ഇവരായിരുന്നു. ഇവരുടെ ക്രൂരത സഹിക്കാൻ വയ്യാതെയാണ് മനുഷ്യർ സഹായത്തിനായി സ്വർഗത്തിലേക്ക് നിലവിളിച്ചത്. അങ്ങനെയിരിക്കുമ്പോഴാണ് നമ്മുടെ കഥാനായകന്റെ വരവ്. മാലാഖമാരുടെ കൂടെ നടക്കാൻ മാത്രം നീതിമാനായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ പേരാണ് ഹാനോക്ക്. അപ്പോൾ ദൈവം ഹാനോക്കിനെ ഒരു പ്രത്യേക ദൗത്യത്തിനായി തിരഞ്ഞെടുക്കുകയാണ്. നീതിയുടെ എഴുത്തുകാരനായി, ഒരു സന്ദേശവാഹകനായി. ആർക്കാണ് സന്ദേശം കൊടുക്കേണ്ടത്? മറ്റാർക്കുമല്ല, ആ വീണുപോയ മാലാഖമാർക്ക് തന്നെ. എന്തായിരുന്നു ആ സന്ദേശം? വളരെ ലളിതമായിരുന്നു. നിങ്ങളുടെ ദയാഹർജി തള്ളിക്കളഞ്ഞിരിക്കുന്നു, നിങ്ങൾക്ക് മാപ്പില്ല. പക്ഷേ ഹാനോക്കിന്റെ ജോലി ആ വിധിന്യായം അറിയിക്കുന്നതുകൊണ്ട് മാത്രം തീർന്നില്ല. സത്യത്തിൽ അതൊരു വലിയ യാത്രയുടെ തുടക്കം മാത്രമായിരുന്നു. പ്രപഞ്ചത്തിന്റെ അടരുകളിലേക്ക്, അതിന്റെ പ്രവർത്തന രഹസ്യങ്ങളിലേക്ക് ഹാനോക്കിനെ കൊണ്ടുപോയ ഒരു യാത്ര. ആ യാത്രയിൽ അദ്ദേഹം കണ്ട കാഴ്ചകൾ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ഉദാഹരണത്തിന്, അദ്ദേഹം ഭയാനകമായൊരു സ്ഥലം കണ്ടു. കത്തിജ്വലിക്കുന്ന ഒരു തടവറ. അവിടെ ആരായിരുന്നു തടവുകാർ എന്നറിയാമോ? ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച് തങ്ങളുടെ സമയത്ത് ഉദിക്കാത്ത നക്ഷത്രങ്ങൾ. അവിടെ നിന്ന് ഹാനോക്ക് എത്തുന്നത് ഷിയോൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. മരിച്ചുപോയവരുടെ ആത്മാക്കൾ അന്തിമവിധിക്കായി കാത്തിരിക്കുന്ന ഒരിടം. അവിടെ എത്തിയപ്പോൾ അദ്ദേഹം ഒരു കാര്യം കണ്ടു. ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത പ്രവൃത്തികൾക്കനുസരിച്ച് ആത്മാക്കളെ 4 വ്യത്യസ്ത അറകളിലായി മാറ്റിയിരിക്കുന്നു. അപ്പോൾ ഹാനോക്ക് പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ കണ്ടു, മരണാനന്തര ജീവിതം കണ്ടു. പക്ഷെ അതുകൊണ്ടും തീർന്നില്ല. അദ്ദേഹത്തിന്റെ യാത്രകൾ അദ്ദേഹത്തെ ഒരു സഞ്ചാരിയിൽ നിന്ന് ഒരു പ്രവാചകനാക്കി മാറ്റി. ലോകചരിത്രം മുഴുവനും, അതായത് ഭൂതവും ഭാവിയും, ഒരു ദർശനമായി അദ്ദേഹത്തിനു മുന്നിൽ തെളിഞ്ഞുവന്നു. ഈ ദർശനത്തെ 10 ആഴ്ചകളിലെ വെളിപാട് എന്നാണ് പറയുന്നത്. അതായത് ലോകചരിത്രത്തെ 10 ഭാഗങ്ങളായി അല്ലെങ്കിൽ 10 ആഴ്ചകളായി തിരിച്ചിരിക്കുന്നു. നോഹയുടെ കാലത്തെ പ്രളയം മുതൽ അവസാനം ഒരു പുതിയ സ്വർഗമുണ്ടാകുന്നതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ പ്രവചിക്കുന്നുണ്ട്. എല്ലാം അവസാനിക്കുന്നത് കാവൽക്കാരുടെ മേലുള്ള അന്തിമവിധിയിലും ഒരു പുതിയ ലോകത്തിന്റെ തുടക്കത്തിലുമാണ്. ഇനി ഹാനോക്കിന് ലഭിച്ച മറ്റൊരു പ്രധാനപ്പെട്ട അറിവിനെക്കുറിച്ചാണ്. അതൊരു തരം ആകാശ നിയമ പുസ്തകമാണ്. പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളുമൊക്കെ എങ്ങനെയാണ് സഞ്ചരിക്കുന്നതെന്ന് വിശദീകരിക്കുന്ന ഒരു ഭാഗം. യൂറിയേൽ എന്നു പേരുള്ള ഒരു മാലാഖയാണ് ഹാനോക്കിന് ഈ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നത്. അപ്പോഴാണ് ഹാനോക്കിന് ഒരു കാര്യം മനസ്സിലാവുന്നത്. ഈ പ്രപഞ്ചം വെറുതെ അങ്ങ് പ്രവർത്തിക്കുകയല്ല, ഇതിനെല്ലാം കൃത്യമായ നിയമങ്ങളുണ്ട്. സൂര്യൻ ഉദിക്കുന്നതിനും അസ്തമിക്കുന്നതിനും, ചന്ദ്രന്റെ ഓരോ ഘട്ടത്തിനും, എന്തിന് ഓരോ നക്ഷത്രത്തിന്റെ സഞ്ചാരത്തിനും വരെ കൃത്യമായ ദൈവീകമായ ഒരു ക്രമമുണ്ട്. പക്ഷേ ഈ പുസ്തകം ഒരു മുന്നറിയിപ്പും നൽകുന്നുണ്ട്. മനുഷ്യരുടെ പാപം കൂടുമ്പോൾ ഈ ദൈവികമായ ക്രമങ്ങളെല്ലാം താളം തെറ്റും. ഋതുക്കൾ മാറും, മഴ പെയ്യാതാവും, അങ്ങനെ ഭൂമിയിലാകെ അരാജകത്വം നിറയും. ഇത്രയൊക്കെ പ്രാധാന്യമുള്ള ഒരു പുസ്തകമാണെങ്കിൽ സ്വാഭാവികമായും ഒരു ചോദ്യം വരുമല്ലേ?
ഇത്രയും കാലം ഈ പുസ്തകം എവിടെയായിരുന്നു? അതാണ് അടുത്ത ഭാഗം. ഇത് എങ്ങനെ നഷ്ടപ്പെട്ടു? അതിലും നാടകീയമായി എങ്ങനെ വീണ്ടും കണ്ടെത്തിയെന്നതിന്റെ കഥ. നൂറ്റാണ്ടുകളോളം പണ്ഡിതന്മാർക്ക് ഈ പുസ്തകം പൂർണ്ണമായി കയ്യിൽ കിട്ടിയിരുന്നില്ല. അവർക്കിതിനെക്കുറിച്ച് അറിയാമായിരുന്നത് ബൈബിളിലെ ചില പരാമർശങ്ങളിൽ നിന്ന് മാത്രമാണ്. ഉദാഹരണത്തിന്, പുതിയ നിയമത്തിലെ യൂദായുടെ ലേഖനത്തിൽ ഹാനോക്കിന്റെ പുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗം അതുപോലെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതൊക്കെ മാത്രമായിരുന്നു ഏക തെളിവ്. അപ്പോ ഈ പുസ്തകത്തിന്റെ കഥ ശരിക്കും സിനിമയെ വെല്ലുന്ന ഒന്നാണ്. ആദ്യകാല ക്രിസ്ത്യാനികൾക്കിടയിൽ ഈ പുസ്തകത്തിന് വലിയ സ്ഥാനമുണ്ടായിരുന്നു. പക്ഷേ AD 400 ആയപ്പോഴേക്കും യൂറോപ്പിൽ നിന്നൊക്കെ ഈ പുസ്തകം പതിയെ അപ്രത്യക്ഷമായി. ഒരു നഷ്ടപ്പെട്ട പുസ്തകമായി മാറി. പക്ഷെ അത്ഭുതമെന്ന് പറയട്ടെ, ലോകം മുഴുവൻ ഈ പുസ്തകത്തെ മറന്നപ്പോ എത്യോപ്യയിലെ ഓർത്തഡോക്സ് സഭ മാത്രം ഏകദേശം 1300 വർഷത്തോളം അതിനെ ഒരു നിധി പോലെ കാത്തുസൂക്ഷിച്ചു. ഒടുവിൽ 1873 ജെയിംസ് ബ്രൂസ് എന്നൊരു സ്കോട്ടിഷ് സഞ്ചാരി എത്യോപ്യയിൽ നിന്ന് ഇതിന്റെ കോപ്പികൾ കണ്ടെത്തി. അങ്ങനെ 1821 ഇത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതോടെ ലോകത്തിന് നഷ്ടപ്പെട്ടുപോയെന്ന് കരുതിയ ഒരു അമൂല്യ ഗ്രന്ഥം തിരികെ കിട്ടി. അപ്പൊ ഹാനോക്കിന്റെ പുസ്തകത്തിന്റെ ഈ കഥ കേൾക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായും ചിന്തിച്ചുപോകും, ഇതുപോലെ എത്രയെത്ര കഥകളായിരിക്കും, എത്രയെത്ര അറിവുകളായിരിക്കും കാലത്തിന്റെ മറവിൽ എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവുക, അല്ലേ? ഒരുപക്ഷെ നമ്മുടെ ചരിത്രത്തെക്കുറിച്ചുള്ള ധാരണകളെ മുഴുവൻ മാറ്റിമറിക്കാൻ കഴിവുള്ള പലതും ഇനിയും കണ്ടെത്താനായി കാത്തിരിക്കുന്നുണ്ടാവാം.